സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടിലോകം. നമ്മളിന്ന് ഒരു സ്റ്റിക്കർ ഷീറ്റ്സ് ചെയ്യാം എന്ന് വിചാരിച്ചു. രാമനവമി അല്ലേ സെലിബ്രേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ രാമനവമീനെ കണക്ട് ചെയ്തിട്ടുള്ള, രാമായണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ഐക്കൺസ് ഞാൻ എടുത്തിട്ട് അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം പാതകം, നമ്മുടെ രാമൻ്റെ പാതകം ആണ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത്. ഇതൊക്കെ സ്റ്റിക്കറാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ടൈം ലാപ്സ് വീഡിയോ പോലെ. പിന്നെ ഹനുമാൻ ശ്രീരാമൻ്റെ റിങ് സീതയ്ക്ക് കൊടുത്തത്, പിന്നെ റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിങ്സോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റിക്കറ്, പിന്നെ നമ്മുടെ അമ്പും വില്ലും, ശ്രീരാമൻ്റെ തന്നെ അമ്പും വില്ലും ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സ്റ്റിക്കർ. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് ഇത്. സ്റ്റിക്കർ എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റിക്കേഴ്സാണുള്ളത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ചെയ്തതാണ് ഇത്. പക്ഷേ ക്യാൻവയിലാണ് പോയി ചെയ്തത്. പക്ഷേ ഇലസ്ട്രേഷനൊക്കെ ചെയ്തത് നമ്മുടെ ക്രിയേറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോയും നിങ്ങൾ ഇപ്പോൾ കാണും. അപ്പോൾ ബേസിക്കലി ഇതൊരു സ്റ്റിക്കർ ഷീറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക്, ഇത് മൂന്നാമത്തെ ഒരു സ്റ്റിക്കർ ഷീറ്റ്സാണ് ഞാൻ ഡിസൈൻ ചെയ്യണത്. സോ ഇതൊരു തീം, റാം തീമാണ് അങ്ങനെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം ലാപ്സ് ഒരു വീഡിയോ ക്രിയേറ്റിലാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതൊരു കാണിച്ചു തരികയാണ് ടൈം ലാപ്സ് ആയിട്ട്. സോ ഐ ഫൗണ്ട് ദ റിങ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് അതിൽ റാം എന്ന് പറഞ്ഞ പേര് ഇട്ടപ്പോൾ അതിന് ഭയങ്കര ഒരു ഇഫക്റ്റ് പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഫുട്വെയർസ് നമ്മുടെ പാതകത്തിന്മേ റാം എന്ന് എഴുതി. സോ ഇറ്റ്സ് എ യുണീക്ക് സ്റ്റിക്കർ ഷീറ്റ്. പിന്നെ ഇത് നാലാമത്തെ ഒരു സ്റ്റിക്കർ ഷീറ്റ്, നമ്മുടെ നാരങ്ങ മിഠായി നോട്ട്ബുക്ക് ഭയങ്കര ഹിറ്റായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നി, ഓക്കെ സ്റ്റിക്കേഴ്സ് നല്ലതാണല്ലോ. സ്റ്റിക്കേഴ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ ആൻഡ് നോബഡി ഹാസ് ഡിസൈൻഡ് ഇറ്റ് ഓൾസോ. സോ ഐ തോട്ട്, okay, this is a very good version of sticker sheets that I'm introducing now, because it's all Indian elements ഉണ്ട്, നൊസ്റ്റാൾജി ഉണ്ട്. അപ്പോൾ നാരങ്ങ മിഠായി എന്ന് പറയുമ്പോൾ നമ്മുടെ യെല്ലോയും ഓറഞ്ചും ആണല്ലോ ബേസിക് ആയിട്ടുള്ള നാരങ്ങ മിഠായി. അതിനെ ഞാൻ ഇല്ലസ്ട്രേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പേരായിട്ട് നാരങ്ങ മിഠായി എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു സ്റ്റിക്കറായിട്ട് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റിക്കർ ഷീറ്റ്, ഫോർത്ത് സ്റ്റിക്കർ ഷീറ്റാണ്. ബട്ട് ദ തീം ഈസ് നാരങ്ങ മിഠായി. യു ക്യാൻ ഗിഫ്റ്റ് ഇറ്റ് ടു എനി വൺ. കിഡ്സിന് ഭയങ്കര ഇഷ്ടമാവും. 90s കിഡ്സ് എന്നൊക്കെ പറയണ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പൊതുവെ 90s മാത്രമല്ല, ഐ തിങ്ക് ഫ്രം കാലങ്ങളായിട്ടുള്ള ആൾക്കാർക്ക്, വയസ്സായ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, ഫാദർ, മദർ, അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാം ഈ ഒരു സ്റ്റിക്കർ. ഇറ്റ് ഈസ് വെരി നൊസ്റ്റാളജി ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഷീറ്റാണ്. ഞാനിത് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. ബിക്കോസ് ചിലർക്ക് അറിയില്ല ലൈക്ക് ഹൗ ഐ ഡു ഇറ്റ്. സോ ഐ തോട്ട് ഐ ക്യാൻ ഷോ ഇറ്റ് ടു യു. ഞാൻ ഒരു സൈറ്റിൽ പോയിട്ടാണ് ഇത് ചെയ്യണത്. ഇങ്ങനെ സെറ്റ് ചെയ്യും. ആദ്യം ഞാൻ സ്റ്റിക്കർ ഇല്ലസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സെറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. PNG ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെറ്റ് ചെയ്യാണ് ഒരു ഷീറ്റ്. ഇത് 4 to 6 inch ആണ് ഈ ഒരു സ്റ്റിക്കർ ഷീറ്റിൻ്റെ ഒരു സൈസിങ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫോർത്ത് നാരങ്ങ മിഠായിയാണ് തീം. ഓക്കെ, നൗ നെക്സ്റ്റ് തീം ഈസ് റിലേറ്റിംഗ് ടു കൃഷ്ണ. അപ്പോൾ കൃഷ്ണയുടെ വേർഡ്സ്, നാമങ്ങൾ എന്ന് പറയുമ്പോൾ പേരുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ എന്ന് പറയുമ്പോൾ നെയിംസ്. അപ്പോൾ അച്ചല, മാധവ, പത്മ, നാരായണ, പിന്നെ ശ്യാം, കൃഷ്ണ, അങ്ങനെ പല നെയിംസും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇത്രയും നെയിംസ് ഞാൻ അതിനെ എടുത്തിട്ട് ഞാൻ അതിനെ മോഡിഫൈ ചെയ്തു. പിന്നെ ടൈപ്പോഗ്രഫിയൊക്കെ യൂസ് ചെയ്ത്, ഒന്നും മലയാളമല്ല, അതിൽ ഒരെണ്ണം മാത്രം നാരായണ എന്ന് പറയുന്നത് മലയാളത്തിലാണ്, ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. സോ ദാറ്റ് ഈസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് ദിസ്. പിന്നെ പത്മ എന്ന് പേര് പറയുമ്പോൾ ആ ഒരു ലോട്ടസ് എന്നുള്ള ആ ഒരു ഐക്കൺ ഞാൻ എടുത്തു. അപ്പം അങ്ങനെ നാരായണ എന്ന് പറയുമ്പോൾ ഗ്രന്ഥമാണ് നമുക്ക് ഓർമ്മ വന്നത്. സോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഗ്രന്ഥമാണ്. അപ്പോൾ നാരായണ എന്ന് ഞാൻ അങ്ങനെ എഴുതി. ശ്യാം എന്ന് പറയുമ്പോൾ ചില പേരുകൾ
നമുക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും, മീനിങ് കണ്ടെത്താൻ പറ്റും. ചിലത് നമുക്കറിയില്ല, നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ കൃഷ്ണ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കൃഷ്ണനെ ചെയ്തത്. സോ അതിൻ്റെ ഒരു നമ്മുടെ ICU എന്ന് പറഞ്ഞിട്ടൊരു നോട്ട്ബുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിഷുവിന്. അപ്പോൾ ആ വിഷുവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് വരുന്നത്. സോ ദിസ് ഇസ് ദ 5th സ്റ്റിക്കർ ഷീറ്റ് ദാറ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു. ലൈക്ക് ദിസ് ഈസ് ലൈക്ക് രാമായണ ബേസ്ഡ് സീൻസ് ദാറ്റ് യു സീ. ആൻഡ് ഇത് ഞാൻ ചെയ്ത് കൊടുത്ത ഒരു കിഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. അത് പ്രൊജക്റ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ കിഡ്സിന് വേണ്ടി രാമായണ കഥ, മുത്തശ്ശി രാമായണമെന്നോ അങ്ങനെ എന്തോ ഒരു കഥയാണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇല്ലസ്ട്രേഷൻ ചെയ്ത് കൊടുത്തായിരുന്നു. സോ ഇതിൽ പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ പല റെഫറൻസും ഇവിടുന്നും കിട്ടിയ ഇമേജസ് വെച്ചിട്ടാണ് ഓരോ സീൻ ബൈ സീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ടുക്ക് മീ ഡേയ്സ് ആക്ച്വലി. പക്ഷേ ആ ഓരോ ഇമേജിൻ്റെ അതിനെ എന്താ പറയുക, അതേ എടുക്കാണ്ട്, പക്ഷേ എന്നാൽ അതിൻ്റെ ഷേപ്പൊക്കെ അതുപോലെ ആയിരിക്കും. ബട്ട് ദ കളേഴ്സ് ആൻഡ് ദ തിങ്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ പക്ഷേ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അവർ ഉദ്ദേശിച്ച ആ ഒരു സീനിൽ ഇന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ. ഇത് ഫൈറ്റാണ് കേട്ടോ കാണിക്കണത്, ആ ലാസ്റ്റ് ഫൈറ്റ്, രാവണനും ശ്രീരാമനും കൂടിയിട്ടുള്ള ഒരു ഫൈറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് അമ്പും വില്ലൊക്കെ അങ്ങോട്ട് പോയി. ഇത് ലാസ്റ്റ് ഒരു സീൻ, അത് ഞാൻ ഇല്ലസ്ട്രേഷൻ ഞാൻ ചെയ്തതാണ്, ലൈക്ക് രാവണനെ ദഹിപ്പിക്കണേ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആ ഫുൾ ഹെഡോട് കൂടിയിട്ട് ദഹിപ്പിക്കണ രീതിയിലാക്കി അത്. ആൻഡ് എന്തോ മണ്ടോദരി അടുത്തിരിക്കുക. അപ്പോൾ അതൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ യു മൈറ്റ് ഹാവ് നോട്ട് സീൻ such kind of illustrations before. So this is like a very exclusive images that I am showing. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കിഡ്സിനായ കാരണം കിഡ്സിൻ്റെ രീതിയിലാണ് അത് ചെയ്തേക്കണത്. ഇത് ഒരു സെക്ഷനാണ് ഞാൻ കാണിച്ചു തരണത്. ലാസ്റ്റ് ആവാറായി. ലാസ്റ്റ് സീൻ എന്ന് പറയണത് നമ്മുടെ പട്ടാഭിഷേകമാണ്. വിഭീഷണന് പട്ടാഭിഷേകം ചെയ്യണത് ലക്ഷ്മണനാണ്. അപ്പം അങ്ങനെ അത് ആ സീൻ ഇങ്ങനെ ഒരു റോയൽ കിങ്ഡം, ബിക്കോസ് ഇറ്റ്സ് രാവണൻ്റെ ഒരു കിങ്ഡമായ കാരണം റോയൽറ്റി കാണിക്കണമല്ലോ. അപ്പോൾ ആ റോയൽറ്റിയുടെ സം മൈ ഇൻസ്പിറേഷനാണ്. ചില കളർ ടോൺസും ഇഫക്ട്സും നിങ്ങൾ കാണുമ്പോൾ ദാറ്റ് ഈസ് ഓൾ മൈ ഇൻപുട്ട്. ഐ ഹാവ് നോട്ട് റെഫേർഡ് ഇറ്റ് ടു എനിവെയർ. അപ്പോൾ ഇത് നമ്മുടെ യുദ്ധസമയത്തൊക്കെ വാഹനം കൊടുക്കണതാണ്. പിന്നെ അഗസ്ത്യമുനി വന്നിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശ്ലോക ഒക്കെ പറയണതാണ്. സോ ഐ തോട്ട് യു ലൈക്ക് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് വീഡിയോ.